ഹായ്, എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസമായി വീഡിയോ ഉണ്ടെങ്കിൽ പോലും ഞാൻ വരാതെ കൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു. ഇന്നിപ്പം ഞാൻ നമ്മുടെ പാലക്കാട് ജില്ലയിലുള്ള ഒരു മുളക് വറുത്ത പുളി എന്ന് പറയുന്ന ഒരു വിഭവം ഉണ്ടാക്കാൻ പോവുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. എന്നാൽ സിമ്പിളാണ് സാധനം. സിമ്പിളാണ്. അതിൻ്റെ കൂടെ ഒരു ഉപ്പേരിയും ഒരു ഉണക്ക മാന്തളോ അല്ലെങ്കിൽ പച്ച മാന്തളോ ഉണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പറാണ് സാധനം. അങ്ങനെ കഴിച്ചവർക്കറിയാം അതിൻ്റെ രുചി. അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് അത് വെച്ചിരിക്കുക. അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇടും. കാരണം ഇത് പിഴുപുളി ഒഴിച്ചിട്ട് വെക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ഗ്യാസ് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെളുത്തുള്ളി ഇടുന്നത്. പിന്നെ 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, പിന്നെ ഒരു ഇത്ര പോകുന്ന പുളി, വാളംപുളി പിഴിഞ്ഞ് ഒഴിക്കുക. ആദ്യം നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് കടുക്, കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു ഉണക്കമുളക് ഒരു 5 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇടുക. ഇതിനെ തറവാട്ടുപുളി എന്നും പറയും. മുളക് വറുത്ത പുളി എന്നാണ് പേര്, പക്ഷെ എല്ലാവരും തറവാട്ടുപുളി എന്നാണ് ഇതിനെ പറയുക. പാലക്കാട് ജില്ലയിലെ ഒരു സ്പെഷ്യൽ വിഭവമാണിത്. അധികം നേരം വേണ്ട ഇതുണ്ടാക്കാൻ, എന്നാൽ നല്ല ടേസ്റ്റിയാണ് താനും സാധനം. അപ്പോൾ ഉണക്കമുളക് ഇട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒന്ന് നിറം മാറിയപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി അങ്ങോട്ട് ഇടുകയാണ്. ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഉള്ളി ഒരുപാട് മൂക്കാൻ പാടില്ല, എന്നാൽ വേകണം. വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്.
2 മിനിറ്റ് നേരം നമ്മൾ ഇത് വറക്കുക. ഓരോന്നിനും ഓരോ കോമ്പിനേഷൻ ഉണ്ട് കറികൾ. ഇന്നിപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പാവയ്ക്ക മെഴുക്കുവരട്ടിയുണ്ട്, മീൻ വറുത്തതുണ്ട്, പിന്നെ അച്ചാറുണ്ട്. നമുക്ക് മാന്തലുണ്ട്, പക്ഷേ ഈ മാന്തൽ എടുത്തില്ല. പച്ചമീനുള്ളത് കൊണ്ട് നല്ല പരവ അല്ലെങ്കിൽ അടു, ഓരോ നാട്ടിൽ ഓരോന്നാണ് പറയുക, അത് വറുത്തതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉണക്കമീൻ എടുത്തില്ല. മുളക് പൊടി ചേർക്കില്ല കേട്ടോ. മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും ഇതിന് ചേർക്കില്ല, മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കില്ല, ഇത് വെളുത്ത് തന്നെ ഇരിക്കും കറി. പക്ഷേ മുളകിൻ്റെ എരിവുണ്ടാകും, പച്ചമുളകിൻ്റെ എരിവുണ്ടാകും, പിന്നെ കുരുമുളക് ചേർക്കില്ല. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ട് ഈ കറിക്ക്. ഇനിയിപ്പം ഉള്ളി ഏകദേശം മൂപ്പായിട്ടുണ്ട്. നമുക്കതിലേക്ക് പുളി, ഒരു പാത്രം പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അത് പിഴിഞ്ഞ് നമ്മളതിലേക്ക് ഒഴിക്കുകയാണ്. ഒരുപാട് അംഗങ്ങളുള്ള വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. കുറച്ച് പേരൊക്കെ ഉള്ളെങ്കിൽ കുറച്ചുണ്ടാക്കിയാൽ മതി, ഒരുപാട് വേണമെന്നില്ല. പിന്നെ തോനെ മക്കളും ഒരുപാട് വീട്ടിൽ ഒത്തിരി അംഗങ്ങളുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇതങ്ങനെ എന്താ പറയുക, വെള്ളം പോലെ അങ്ങോട്ട് ഉണ്ടാക്കിയാൽ രസത്തിനെക്കാട്ടിലും രസമാണ് ഈ ഒരു കറിക്ക്. എല്ലാവരും ഇത് വെച്ച് നോക്കണം, ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കുക. അറിയുന്നവർ പാലക്കാട് ജില്ലയിലുള്ളവർക്കൊക്കെ അറിയാം, ഒറ്റപ്പാലം അങ്ങനെയുള്ളിടത്തൊക്കെ അറിയാം. ഇതപ്പോൾ നമ്മുടെ ഉള്ളി മൂത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ പുളി ഒഴിക്കുകയാണ്. ഒരല്പം വെള്ളം കൂടി ചേർക്കുകയാണ്. അതിൻ്റെ കൂടെ ഉപ്പ്, പാകത്തിന് ഉപ്പ്, ഒരല്പം ഉലുവാപ്പൊടി, ഉലുവ വറുത്ത് പൊടിച്ചത് കുറച്ച് മതി. ഇനി ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ മൊബൈലെടുത്തിട്ട് അതൊന്ന് കാണിച്ചു കൊടുത്തേ. കറി ഇല്ലില്ല, ഇന്നിത്തിരി ഉള്ളി കൂടുതൽ. ഇതാണ് മുളക് വറുത്തപ്പുളി. ഇന്നത്തെ മുളക് വറുത്തപ്പുളിക്ക് കുറച്ച് ഉള്ളി കൂടുതലുണ്ട്. കാണുമ്പോൾ കളറ് മഞ്ഞ കളറോ ചുവന്ന കളറോ ഒന്നുമല്ല. അതിൻ്റേതായിട്ടുള്ള ഉപ്പുണ്ടോയെന്ന് നോക്കട്ടെ.
കാണാൻ നല്ല ഭംഗിയുണ്ട്. സൂപ്പറാണ്. ടേസ്റ്റ് നോക്കിയിട്ട് സൂപ്പറാണ്. ചോറിലൊഴിക്കുമ്പം വേറൊന്നും വേണ്ട. അതെ പാവയ്ക്ക മെഴുക്ക് പുരട്ടി. ഇനി മീൻ വറക്കണം കൂടി ആകുമ്പോൾ സൂപ്പറായി. ഇതാണ് നമ്മുടെ തറവാട്ട് പുളി, അല്ലെന്നുണ്ടെങ്കിൽ മുളക് വറുത്ത പുളി, പാലക്കാട്. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഇനിയും വീണ്ടും നല്ലൊരു വീഡിയോയിലേക്ക് ഞാൻ വരുന്നതാണ്. ഇനി ഒരു 2-3 ദിവസം കുക്കിംഗ് വീഡിയോ ഇടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് ശ്രദ്ധിക്കുക.